നിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും കണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട്, നിറപൊലിയേകാമെന്നരിയ നേരിനാ പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാ കുട്ടനാടിൻ നീളം, കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. കണ്ണോടു കരിയുടും മണ്ണുതിരും മണമോ, പെണ്ണിനു വിയർപ്പാലേ മധുമണമോ, ഞാറ്റോല പച്ചവള പൊന്നും തെളിക്കൊലുസ്, പെണ്ണിവൾ കളമാറ്റും കളമൊഴിയാ, കൊച്ചികൾ പകൽ നീളെ കിനാ കാണും, ഒട്ടിടുമനുരാഗ കരൾ പോലെ, മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും പാടാ കുട്ടനാടിൻ നീളം. കേരള സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. ഒത്തിരി പ്രിയവും കാഴ്ചയിൽ ആകർഷകവുമായ കരിമീനിനെ പോലെ ഉറച്ച തീരുമാനങ്ങളോടെ കുതിച്ചു പാഴുവാൻ എന്റെ നാടിന് പ്രാർത്ഥനാശംസകൾ. സന്തോഷ ജന്മദിനം കേരളം. ഏതൊരു മലയാളിക്കും ഇരട്ടി സന്തോഷം നൽകുന്ന ദിവസം കേരള പിറവിയും മലയാള ഭാഷാ ദിനവും നാം ഇന്ന് ആഘോഷിക്കുകയാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചു. ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിന് ഇന്ന് 64 വയസ്സ് തികയുകയാണ്. ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെക്കാളും വിദ്യാഭ്യാസം, സാമൂഹികം, കായികം, ആരോഗ്യം തുടങ്ങിയ പല മേഖലകളിലും കേരളം വളരെയേറെ മുന്നിലാണെന്നുള്ളത് അഭിമാനാർഹമാണ്. ഭാഷയും ദേശവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരു ദിവസം വേറെയില്ല. ഭാഷ വെറും ഒരു വിനിമയ ഉപാധിയല്ല, അതൊരു സംസ്കാരമാണ്. സ്വന്തം ഭാഷയിലും സംസ്കാരത്തിലും അഭിമാനിക്കാത്തൊരു ജനതയ്ക്ക് നിലനിൽപ്പില്ല എന്നുള്ളത് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. ലോകത്തെവിടെ ചെന്നാലും അവിടെ ഒരു മലയാളി ഉണ്ടാകുമെന്ന് ഹാസ്യരൂപേണ നമ്മൾ പറയുമെങ്കിലും ഒരു തരത്തിൽ ഏതൊരു സംസ്കാരവുമായും വളരെ വേഗം പൊരുത്തപ്പെടുവാനും ഇടപഴകാനുമുള്ള മലയാളിയുടെ തനത് സവിശേഷതയാണ് അത് കാണിക്കുന്നത്. ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിന്റെ അഭിമാനമായ ശ്രീ M.T. വാസുദേവൻ നായരുടെ വാക്കുകൾ കടമെടുക്കട്ടെ. ഏതു നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എന്റെ ഭാഷയിലാണ്. എന്റെ ഭാഷ ഞാൻ തന്നെയാണ്. നമ്മുടെ കേരളത്തിന്റെ തനത് സംസ്കാരവും ഭാഷയും ചേർത്ത് നിർത്തിക്കൊണ്ട് വളർന്നു വരുന്ന ഒരു പുതിയ തലമുറയ്ക്കായി നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും കേരള പിറവിയുടെയും മലയാള ഭാഷാ ദിനത്തിന്റെയും ആശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു. നന്ദി. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്ക. കൊതിയൂറുന്ന ചക്കയുടെ നറുമധുരം പോലെ ഈ ലോകത്തിനു മുന്നിൽ കൊതിപ്പിക്കുന്ന സ്വപ്ന ഭൂമിയായി എന്റെ നാട് വളരട്ടെ. സന്തോഷ ജന്മദിനം കേരളത്തിന്.
മേലേ മാനത്തിൻ തിരുമുറ്റത്ത് മാന്തോപ്പുണ്ടോ മാമ്പുകാലമുണ്ടോ മുത്തശ്ശിമാവുണ്ടോ മാങ്കനി പെറുക്കാൻ മധുരം നുണയാൻ മധുപൂറും ബാല്യമുണ്ടോ മാനമേ ചെമ്മാനമേ അമ്പാടിക്കണ്ണനെ പോലെ അമ്മയ്ക്ക് അമ്പോറ്റി നൽകിയ പുണ്യം കണ്ണിനും കണ്ണായ കൺമണിയെ കൈവളര് കാൽവളര് വാസന്തം വിരുന്നു വന്നു വാസന പൂവിരിഞ്ഞു മാവാകെ വിത്തുകളാൽ പൂത്തു നിറഞ്ഞു പൂങ്കാവടിയോ പൂത്തൊരി മാമരമോ അതിരില്ല പയ്യാരം ചൊല്ല ആരാരും വന്നില്ല ആരാരും കണ്ടില്ല അഴകൊത്ത പൂങ്കുല ആറുത്തെടുത്തപ്പോൾ അരുതേ എന്നാരും ചൊല്ലിയില്ല മാമ്പഴം പെറുക്കേണ്ട കൈകളാൽ തളിരിട്ട പൂങ്കുല നുള്ളിയോനെ തല്ലാതിരിക്കുന്നതെങ്ങിനെ ഞാൻ തല്ലുകൊള്ളിത്തരം ശിരമല്ലേ നെഞ്ചുപൊട്ടും പോലെ ചൊല്ലിടുന്നു മാമ്പഴം വേണ്ട പൂങ്കുലം വേണ്ട മധുരം പെറുക്കാൻ ഞാൻ വരികയില്ല പിണക്കവും ആദ്യം മറക്കുന്നതമ്മതൻ മാനസമല്ലേ ആയിരം പൂങ്കുല നുള്ളിയാലും ഇനി അമ്മയൊന്നും ചൊല്ലുകില്ല കണ്ണാ 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 കുഞ്ഞിക്കണ്ണെന്തേ തുറക്കാത്തു കുഞ്ഞിക്കൈയെന്തേ അനങ്ങാത്തു കുഞ്ഞിനെ പെറ്റ പെരുന്നോവേ നീ എന്നെ ചതിച്ചുവെന്നോ തീയിൽ എരിക്കരുതേ തളിർമേനിയാകെ കൊള്ളുകില്ലേ വീണ്ടും വരുന്നു വാസന്തം മുറ്റത്ത് മാമ്പഴഗന്ധം അയൽപക്കത്ത് കുറുമ്പിന്റെ ചന്തം അമ്മയോർക്കുന്നു ദുരന്തം കണ്ണനുണ്ണാൻ വന്ന മാങ്കനിയേ കണ്ണനില്ല എന്ന് നീ അറിഞ്ഞോ കാറ്റായി വന്നോരൻ കണ്ണാ നിനക്കിത് കാണിക്ക വയ്ക്കയാണമ്മ നിനക്കിത് കാണിക്ക വയ്ക്കയാണമ്മ. കേരള സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗം ആന. ആനയെ പോലെ തലയെടുപ്പോടെ പ്രൗഢിയോടെ മുന്നോട്ട് കുതിക്കുവാൻ എന്റെ കേരളത്തിന് 100 ആശംസകൾ. നമസ്കാരം. പ്രശസ്ത കവി ജി കുമാരപിള്ളയുടെ പഞ്ചഭൂതസ്തവം. വന്ദിച്ചിടുന്നു ഞാൻ ഭൂമിയെ ഭൂമിയാ മണ്ണിനെ എൻ മാംസപേശിയാ കണ്ണിനെ മാംസമായി അസ്ഥിയായി സ്വരൂപത്തിന്റെ മൂഷയായി മൂർത്തിയായി മാറിയ മണ്ണിനെ അക്ഷയപാത്രം തുറന്നെന്നെ ഒട്ടുമീ അന്നപൂർണേശ്വരിയായിടും പൃഥ്വിയെ
വന്ദിച്ചിടുന്നു ഞാൻ അഗ്നി സൂര്യനെ ചന്ദ്രബിംബത്തിനെ കത്തും വിളക്കിനെ കണ്ണിൻ വെളിച്ചമാൻ കെട്ടിപ്പിടിക്കുന്ന കൈയിന്റെ ചൂടാൻ കരിമ്പട സ്പർശമാൻ അന്നം ചമയ്ക്കുന്നടുക്കള തീരെ അന്നം ദഹിപ്പിക്കുമാശയാഗ്നി വീടിഞ്ഞു തോടിഞ്ഞു പിന്നിലെ വീറിനെ വീറിനെ വീറാവുരധ്വാന ശക്തിയെ മിന്നൽ പ്രകാശത്തെ വിദ്യുൽ പ്രവാഹത്തെ പച്ചില ചാത്തിനെ പുഷ്പജാലങ്ങളെ വന്ദിച്ചിടുന്നു ഞാൻ താതനാമഗ്നി ചുംബിച്ചിടുന്നു ഞാൻ ആദിതേജസ്സിനെ. കേരള സംസ്ഥാന വൃക്ഷം തെങ്ങ്. കേരവൃക്ഷം എന്നറിയപ്പെടുന്ന തെങ്ങ് കേരളീയർക്ക് കൽപ്പവൃക്ഷം കൂടിയാണ്. കേരം എന്ന വാക്കിൽ നിന്നുണ്ടായ എന്റെ കേരളത്തിന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. മലയാളം മനോഹരം മലയാളക്കരയോ സുന്ദരം മാവേലി മന്നന്റെ നാട് മണ്ണിന്റെ മണമുള്ള നാട് മലയാളക്കരയോ സുന്ദരം മലയാളം മനോഹരം മലയാളക്കരയോ സുന്ദരം. ഔദ്യോഗിക പാനീയം ഇളനീർ. സ്വാദിഷ്ടമായ വെള്ളവും ഇളം കാമ്പും ചേർന്ന് സമൃദ്ധമായ ഇളനീർ പോലെ നമ്മുടെ കേരളം ഏവർക്കും പ്രിയ ഭൂമിയായി നിലനിൽക്കട്ടെ. എന്റെ കേരളമേ, നിനക്കൊരായിരം ജന്മദിനാശംസകൾ. ഏവർക്കും നമസ്കാരം. മഹാവിഷ്ണുവിന്റെ 6ാമത്തെ അവതാരമായ പരശുരാമന്റെ ഐതിഹ്യ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. പരശുവിൽ ഉയർക്കൊണ്ട കേരളം. നാമാണ് പരശുരാമൻ, മഹാവിഷ്ണുവിന്റെ 6ാമത്തെ അവതാരം. ശിവഭഗവാന്റെ കീഴിൽ ആയുധവിദ്യ അഭ്യസിച്ച എനിക്ക് കിട്ടിയ സമ്മാനമാണിത്. പരശു, അത് തന്നെയാണ് എന്റെ ശക്തമായ ആയുധവും. അതിനാൽ തന്നെയാണ് നാം പരശുരാമൻ എന്ന് പേര് കൊണ്ടത്. അധർമ്മത്തിൽ കുടികൊള്ളുന്ന ഒരൊറ്റ രാജാവിനെയും നാം ജീവിക്കാൻ അനുവദിക്കുകയില്ല. അവരുടെ ജീവിതം നമ്മുടെ പരശുവിൽ ഒടുങ്ങുക തന്നെ ചെയ്യും. ഈ ഭൂമിയിൽ സത്യവും നീതിയും പുനഃസ്ഥാപിക്കുക എന്നതാണ് എന്റെ അവതാര ലക്ഷ്യവും. എന്തൊരു സുന്ദരവും മനോഹരവുമായ പ്രദേശമായി നോക്കണം. നമ്മുടെ തപസ്സിന് ഉചിതമായ സ്ഥലം ഇത് തന്നെ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇതെന്താണ്? അറബിക്കടലിൽ നിന്നുള്ള വലിയ തിരകൾ കാരണം നമ്മുടെ തപസ്സിന് വിഘ്നം സൃഷ്ടിക്കുകയാണല്ലോ. വരുണദേവ, നമ്മുടെ തപസ്സിന് വിഘ്നം സൃഷ്ടിക്കുന്ന ഈ തിരമാലകൾ ഉയർക്കൊള്ളുന്നു. അങ്ങനെ സഹായിച്ചാലും. പരശുരാമ, അങ്ങയുടെ ശക്തമായ ആയുധം പരശുവെച്ചു എറിയുന്നിടത്തോളം ഭാഗത്തു നിന്ന് സമുദ്രം ഒഴിഞ്ഞു മാറും. ആ സ്ഥലം താങ്കൾ എടുത്തുകൊള്ളും. നന്ദി വരുണദേവ. നാം ഇവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് യാത്രയായതിനു ശേഷം അവിടെ നിന്ന് സമുദ്രത്തിന് കുറുകെ എറിയാമെന്നാണ് കരുതുന്നത്. അങ്ങയുടെ ഇഷ്ടത്തിനും ഇച്ഛയ്ക്കും പ്രവർത്തിച്ചുകൊള്ളൂ. തഥാസ്തു.
കന്യാകുമാരി എത്തിയല്ലോ. ഇനി ഇവിടെ നിന്ന് മഴു അങ്ങോട്ടേക്ക് എറിയാം. ഗോകർണത്താണല്ലോ നമ്മുടെ മഴു പോയി വീണിരിക്കുന്നത്. കന്യാകുമാരി മുതൽ ഗോകർണം വരെ 160 ഘാതം. സമുദ്രജലം അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഭൂമി ഉയർന്നു വരുന്നു. ഉപ്പുമണൽ കൂടെ തരിശു ഭൂമിയാണല്ലോ ഉയർന്നു വരുന്നത്. നാഗരാജാവിന്റെ സഹായം തേടണം. ഓം നാഗരാജനെ നമഃ, ഓം നാഗരാജനെ നമഃ, ഓം നാഗരാജനെ നമഃ. എന്താണ് പക്ഷേ ആവശ്യം പറയൂ. നാഗരാജാവേ, നമുക്ക് വരുണദേവന്റെ സഹായത്താൽ ലഭിച്ച ഈ ഭൂമിയിൽ ഉപ്പുമണൽ മാത്രമാണുള്ളത്. ഇത് വാസയോഗ്യമല്ല. അങ്ങയുടെ സഹായത്താൽ ആ ഭൂമിയിലേക്ക് സർപ്പങ്ങളെ വിടണം. സർപ്പങ്ങളുടെ വിഷത്താൽ ഭൂമിയുടെ ഉപ്പ് നിർവീര്യമാകും. അങ്ങനെ ആയിക്കൊള്ളട്ടെ. പിന്നീട് കൂട്ടുകാരെ, പരശുരാമൻ തുളു ബംഗളൂരു ഭാഗത്ത് നിന്ന് 64 ബ്രാഹ്മണ കുടുംബങ്ങളെ ആ സ്ഥലത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ആ ബ്രാഹ്മണ കുടുംബങ്ങളുടെ തലമുറക്കാരാണ് നാം ഇന്ന് കേരളത്തിൽ കാണുന്ന ആളുകൾ എന്നാണ് വിശ്വാസം. കേരള ഭൂമിയും കേരളത്തിലെ ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം പരശുരാമനുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവണം പുരാണങ്ങളിൽ പോലും കേരളത്തെ പരശുരാമ ക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ഐതിഹ്യ കഥ സത്യമായാലും ഇല്ലെങ്കിലും പണ്ടൊരു നാളിൽ കേരളം സമുദ്രത്തിനടിയിലായിരുന്നു എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്. ഏവർക്കും കേരള പിറവി ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാനിതാ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേരളത്തിന്റെ സംസ്ഥാന പക്ഷി മലമുഴക്കി വീരാമ്പൽ. കേരളത്തിലെ നിത്യഹരിത വനങ്ങളിൽ ആവാസം ഉറപ്പിച്ചിരിക്കുന്ന വേഴാമ്പലുകളെ പോലെ കേരളവും നിത്യഹരിത സുന്ദരിയായി പ്രശോഭിക്കട്ടെ. എന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ എന്റെ കേരളത്തിന്.